എട്ടാമതായി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രാക്ക് ആൻഡ് സ്കെയിൽ യുവർ ബിസിനസ്. ബിസിനസ് റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഗൂഗിൾ അനലൈറ്റിക്സ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതും ചെക്ക് ചെയ്യണം. ഓഡിയൻസിനെ മനസ്സിലാക്കണം. ആമസോണിലും നൂണിലും ഒക്കെ ബിസിനസ് റിപ്പോർട്ടുകൾ ഉണ്ട്. ഏത് ഓഡിയൻസ് ആണ് വരുന്നത് എന്നും, എന്താണ് അവർ ക്ലിക്ക് ചെയ്തതെന്നും, എന്ത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് പർച്ചേസിങ് അല്ലെങ്കിൽ ഓർഡർ ആയതെന്നും, ഇതെല്ലാം ഇത്തരം ടൂളുകൾക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. ഇത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലും അതിന്റെ കാര്യങ്ങളും എല്ലാം മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിലും അഡ്വർടൈസ്മെന്റ് ആണെങ്കിലും റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ റീമാർക്കറ്റിംഗ്, ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലൊക്കെ റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവർക്കാണ് റീമാർക്കറ്റിംഗ് ചെയ്യുക. വെബ്സൈറ്റ് ഒരു വൺ ടൈം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പം അവർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തില്ല, പക്ഷെ അതേ പ്രൊഡക്റ്റ് അവർക്ക് മറ്റൊരു ഓഫറിലോ അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. റീമാർക്കറ്റിംഗ് ചെയ്യാം. അതുപോലെ ഇൻഫ്ലുവൻസ് കൊളാബറേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ കഴിയും. അതുപോലെ ഡീൽസുകൾ, പല പല ഡീൽ, ഇപ്പം സമ്മർ ഡീല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡീലുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനൊക്കെ നൂണിലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. നൂണില്, ആമസോണിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ സീസണിലും സ്പെഷ്യൽ ആയിട്ട് ഡീലുകൾസ് വരുന്നുണ്ട്. അതുപോലെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളതാണെങ്കിലും മൺഡേ ഡീല് അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് കൊടുത്തിട്ട് കസ്റ്റമർക്ക് നല്ലൊരു ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് മാക്സിമം കസ്റ്റമർക്ക് കയ്യിൽ നിന്ന് പർച്ചേസിങ് ചെയ്യാനുള്ള ഓഫേഴ്സ് കൊടുക്കുക. അപ്പൊ അതുവഴി നല്ല ഓർഡേഴ്സും ജനറേറ്റ് ചെയ്യാനും കഴിയും.